30കളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ സ്കിൻ കെയറിലേക്ക് ഉൾപ്പെടുത്തിയ നന്നായിരിക്കുമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ആണെങ്കിൽ ഒരു നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യണം. ഈ ബാർ സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക, ആ സ്കിൻ ഒന്നുകൂടി ഡ്രൈ ആക്കും. പിന്നെ ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം. ഇനി മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ഈ ക്രീം ഇപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ ക്രീം ഉണ്ടാവും, ജെൽ ഉണ്ടാവും, ലോഷൻ ഉണ്ടാവും. അപ്പോൾ ക്രീം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് ഭയങ്കര ഇങ്ങനെ ഓയിലി ആയിട്ട് ഒന്നുകൂടി ഇങ്ങനെ നമ്മളൊരു ഡാർക്ക് ആയ പോലെ തോന്നും നമ്മളെ സ്കിൻ ടൈപ്പിന്. എപ്പോഴും മോയ്സ്ചറൈസിങ് ക്രീം സെലക്ട് ചെയ്യുമ്പോൾ ഒരു ജെല്ല് അല്ലെങ്കിൽ ലോഷൻ ആണ് ഒന്നും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ആൻഡ് ഗുഡ് സൺസ്ക്രീൻ ആണ് ബോയ്സ് യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും കൺസേൺ ആയിട്ട് എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെല്ലാം ടാനായി പോയി ഡോക്ടറെ, ടാനായി പോയി, അങ്ങനെ ആ ഒരു പിഗ്മെന്റേഷൻ, ഒരു ഡൾനെസ് ആണ് ഈ മോസ്റ്റ്ലി ഒരു ഇങ്ങനത്തെ നിങ്ങളെ ബോയ്സിന് ഒരു കൺസേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതല്ലേ. ഒരു ബ്രോഡ് സ്പെക്ട്രം UVA UVB കൂടെയുള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആയിരിക്കണം. ഇനി സൺസ്ക്രീൻ നല്ലത് വാങ്ങിയാലും അതിന്റെ ടെക്സ്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ക്രീമി ടെക്സ്ചറായാൽ ചിലപ്പോൾ പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് എൻ്റെ സ്കിന്ന് ഡള്ളായി പോയി. അപ്പോൾ അങ്ങനെ പറയാറുണ്ട് പേഷ്യൻസ്. അതെ, അത് ചിലപ്പോൾ ആ പ്രോഡക്റ്റിന്റെ ടെക്സ്ചർ സൂട്ട് ചെയ്യാത്തതുകൊണ്ട്. സൺസ്ക്രീൻ ഒരിക്കലും പിഗ്മെന്റേഷൻ ഉണ്ടാക്കില്ലല്ലോ. സൺസ്ക്രീൻ കറക്റ്റ് ആയിട്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഞങ്ങൾ സൺസ്ക്രീൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഇടും, അത് കഴിഞ്ഞ് ഇപ്പോൾ 2-3 മണിക്കൂറല്ലേ സൺസ്ക്രീൻ ഇഫക്റ്റ് ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒരു 11-12 മണിക്ക് പിന്നെ വെയിലത്ത് ഇറങ്ങുകയാണെങ്കിൽ യു ഹാവ് ടു റീഅപ്ലൈ. ഈ 2 കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ടായിരിക്കും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്ചർ സൂട്ട് ചെയ്യാതെ അത് ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ഡൾനെസ് ഉണ്ടാക്കാം. രണ്ടാമത്തത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു പ്രശ്നം വരുന്നത്. സാധാരണ സ്ത്രീകളോടെ വയസ്സ് ചോദിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ എനിക്ക് ഡോക്ടറിന്റെ ഒരു വയസ്സ് എനിക്ക് വേണമെങ്കിൽ ഊഹിക്കാം. ഇങ്ങനെ ഗസ് ചെയ്യുമ്പോഴും നല്ല സ്കിന്നായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറിന്റെ സ്കിൻ കെയർ റൊട്ടീൻ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അതൊന്നും പറയാൻ പറ്റുമോ? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എനിക്ക് സിമ്പിൾ ആക്കി വെക്കണം. ഞാൻ യൂസ് എ ഗുഡ് ഒരു ക്ലെൻസർ യൂസ് ചെയ്യാറുണ്ട്. മോർണിംഗ് ആൻഡ് ഈവനിങ് വാഷ് ചെയ്യാനായിട്ട് ഒരു ഗുഡ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. ലൈക്ക് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് PRP എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആണ്. അത് PRP നമ്മളൊരു ബയോ ഫില്ലർ എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അതാണ് ഞാൻ പേഴ്സണലി അത് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. PRP ആണ് അല്ലേ? PRP ആണ്. അല്ല, അത് വൈ നോട്ട്, ലൈക്ക് എവ്രിബഡി ക്യാൻ ഡു ഇറ്റ്. അത് ഓൾ നാച്ചുറൽ ആണ്. എല്ലാവർക്കും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിരിക്കണം, നമ്മളെ ഏജ് നല്ലതായിട്ട് നമ്മൾ പ്രസന്റബിൾ ആയിരിക്കണം. എല്ലാ വ്യക്തിക്കും ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. എല്ലാവർക്കും എന്താണ് അത് ചെയ്യാതിരിക്കുന്നത്, അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവോ, അത് ചെയ്തിട്ട് ഇനി വേറെ എന്തെങ്കിലും കൊള്ളാവോ, അങ്ങനെയുള്ള ഒരു കൺസേൺ അല്ലേ. അപ്പൊ എപ്പോഴും ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അതിലാണ് ഈ ബയോ ഫില്ലറിന്റെ റോള്. ഇപ്പൊ നമ്മൾ PRPനെ തന്നെ നമ്മളൊരു ഫില്ലർ പോലെ ആക്കും. അപ്പൊ ഇത് നമ്മളിപ്പോ ഏജ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ സാഗിങ് വരുമല്ലോ. അപ്പൊ നമ്മൾ ഈ ലാഫ് ലൈൻസ് ഇങ്ങനെ ഒരു വോളിയം ലോസ് വരും. ഈ ചീക്സ് ഒക്കെ ഒന്ന് ഫ്ലാറ്റ് ആവും, കണ്ണിൻ്റെ അടി കൊഴിയും, ഇവിടെ ഒരു കൊഴിയും. അപ്പോൾ അതിലേക്ക് നമ്മൾ വെറുതെ ഇങ്ങനെ PRP ഇഞ്ചെക്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ ഒരു പ്രൊസീജിയറാണ്. അത് PRP ബ്ലഡ് എടുത്തിട്ട് അത് ഫില്ലർ പോലെ ആക്കിയിട്ട് ചെയ്യുമ്പോൾ അത് കൊളാജൻ സ്റ്റിമുലേഷനും ചെയ്യും, നല്ല റിസൾട്ടും ഉണ്ടാവും. അത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യണം, എന്നാലും ഇറ്റ്സ് ഓൾ നാച്ചുറൽ. അത് എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എക്സ്പേർട്ടിൻ്റെ അടുത്തോ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ ഹെയർ ഫോൾ ഭയങ്കരമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് PRP മതിയോ, അല്ലെങ്കിൽ നമ്മൾ HTയിലേക്ക്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകണോ എന്നുള്ളത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ ട്രൈക്കോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ ഉണ്ട്. എല്ലാ ആൾക്കാരും ആദ്യമായിട്ട് ആ ട്രൈക്കോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്തേ പറ്റൂ. വെറുതെ പോയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് കുറേ PRP ചെയ്യുന്നു, കുറേ GFC ചെയ്യുന്നു. ചിലപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ലോസ് ഉള്ള സ്ഥലത്തായിരിക്കും ഈ PRP വെറുതെ കുത്തി വെറുതെ വേദന സഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിയിൽ തന്നെ ചില ഏരിയാസിൽ മുടി തിന്നായിട്ട് വരുന്നുണ്ടാവുള്ളൂ, അവിടെ PRP ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കാവും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ലോസ് ആയി പോയ സ്ഥലത്ത് വെറുതെ PRP ചെയ്തിട്ട് കാര്യമില്ല, അവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കൂടി ചെയ്യണം. അപ്പോൾ ചില വ്യക്തികളിൽ ഓൺലി PRP അല്ലെങ്കിൽ ഓൺലി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് PRP ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ.
ഇപ്പൊ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം അതിന്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഇപ്പൊ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആള് ആഫ്റ്റർ കെയർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അയാള് PRP പിന്നെ എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഹൗ ഫ്രീക്വന്റ്ലി ആള് PRP ചെയ്യേണ്ടി വരും? അത് കൂടെ ഒന്ന് പറയോ? യൂഷ്വലി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കും അതോടെ കഴിഞ്ഞു, അത് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ കെയർ എടുക്കണം. ഒരു ഫസ്റ്റ് 10 days കഴിഞ്ഞിട്ടല്ലേ ഹെയർ വാഷ് ഒക്കെ ചെയ്യുക. അപ്പം നമ്മൾ നോർമൽ സലൈൻ ഇട്ടിട്ട് അതെപ്പോഴും അത് വെറ്റാക്കി വെക്കണം. അപ്പം അത് ആ ഒരു ഡെഡായി പോകരുത്. നമ്മൾ ആ ലൈവ് ആയിട്ടുള്ള സെൽസിനെ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അത് ഇമ്പോർട്ടൻ്റ് ആ ഫീസ്. പിന്നെ ഒരു ആന്റിബയോട്ടിക് ഒക്കെ നമ്മൾ കൊടുക്കുമല്ലോ, ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കണം. ഇനി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഏരിയയിൽ ഹെയർ എന്തായാലും തിരിച്ചു വരും. അത് എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലുള്ള ഹെയർ ഇല്ലേ, നമ്മൾ കംപ്ലീറ്റ് കഷണ്ടി ആയി പോയി കഴിഞ്ഞാലും ആ ഒരു ബാക്കിലുള്ള ഡോണർ ഏരിയ അവിടെ തന്നെ ഉണ്ടാവും. ആ ഹെയറിനെ എടുത്തിട്ടാണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വെച്ച മുടി ചിലപ്പോൾ ഒരു കുറേ നാളത്തേക്ക് നിൽക്കും, 10 or 20 years. പക്ഷെ ബാക്കി വെക്കാത്ത ഏരിയാസിലും ഈ വ്യക്തിക്ക് അത് തിന്നാവാനുള്ള പ്രവണത ഉണ്ടല്ലോ. അപ്പൊ ആ ഏരിയാസിൽ പിന്നെയും പോയി PRP ചെയ്യുകയും അവിടെ ആ വെക്കാത്ത ഏരിയാസിലെ മുടീനെ റീറ്റെയിൻ ചെയ്യാൻ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഹൗ ഫ്രീക്വന്റ്ലി അപ്പൊ അതിനുശേഷം നമ്മൾ PRP ചെയ്യേണ്ടതുണ്ട്? അത് ഡിപ്പെൻസ് ലൈക്ക് ഹൗ സിവിയർ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 sessions നമ്മൾ പറയല്ലോ, ഒരു 6 weeks ഗ്യാപ്പിൽ, പിന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യം PRP ചെയ്യേണ്ടി വരും. പക്ഷെ വെച്ച ഏരിയാസിൽ നമ്മൾ ചിലവരിങ്ങനെ പറയാറുണ്ട് PRP ചെയ്യണമെന്ന്. അത് വേണമെങ്കിൽ ഒരു 3 മാസത്തിലൊരിക്കലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടാലും ആ ചെയ്ത ഹെയർ ട്രാൻസ്പ്ലാന്റ് ഏരിയാസിലുള്ള ഹെയർ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ചെയ്യാത്ത ഏരിയാസിലുള്ള ഹെയറിനെയാണ് നമ്മൾ പിന്നീട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഈ പെപ്റ്റൈഡ് ഇഞ്ചെക്ഷൻസ് ഒക്കെ വെക്കാറില്ലേ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട്? അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സ് ഇതിനുണ്ടാവോ? എന്താ പറയുക? ഈ പെപ്റ്റൈഡ് ഇഞ്ചെക്ഷൻസ് നമ്മൾ ഇപ്പോൾ ഒസംബിക്, മുഞ്ചാരോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ബ്രാൻഡ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അത് യൂഷ്വലി type 2 ഡയബറ്റീസിനും ക്രോണിക് ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിലും FDA അപ്രൂവ്ഡ് ആണ് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. എപ്പോഴും ഞാൻ ഈ മൈക്രോ ഡോസിങ്ങിനാണ് ഞാൻ യൂഷ്വലി പേഷ്യൻസിനെ റെക്കമെൻഡ് ചെയ്യാറ്. മൈക്രോ ഡോസിംഗ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് വെയിറ്റ് ലൂസ് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മൈക്രോ ഡോസിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വീക്ക്ലി ഒരു 500 grams കുറയാവും. അതായത് മാസത്തിൽ 2 kg കുറയാവും. അങ്ങനെ വേണം. അങ്ങനെ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സും കുറവായിരിക്കും. നോസിയ, വൊമിറ്റിങ് അങ്ങനത്തതും. പിന്നെ സഡൻ ആയിട്ടുള്ള ആ ഒരു ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസിനെ തടയാനും പറ്റും. ഇനി ഇങ്ങനത്തെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, type 2 ഡയബറ്റീസും കൂടെ ഉള്ള വേണ്ടിയിട്ടും കൂടെയുള്ള ഇതാണ്. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വരുമോ എന്ന് ചിലർ ചോദിക്കും, അതായത് ഗ്ലൂക്കോസ് ലെവൽ കുറയും. പക്ഷേ ഇങ്ങനത്തെ ഇഞ്ചെക്ഷൻസ് ഗ്ലൂക്കോസ് അധികം ആകുമ്പോഴേ ഇത് കുറയുള്ളൂ. അതായത് നോർമലി നമ്മൾ ഗ്ലൂക്കോസ് ഇൻടേക്ക് കൂടുമ്പോൾ ആ സമയത്തേ ആ ഗ്ലൂക്കോസ് കുറയ്ക്കുള്ളൂ. നോർമലായിട്ടുള്ള ഗ്ലൂക്കോസ് ഉള്ള ആൾക്ക് അതിന് കുറയില്ല. പക്ഷേ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, അവർ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ടാബ്ലറ്റ്സ് ഉണ്ടാവുമല്ലോ ഡയബറ്റീസിന്, അങ്ങനത്തെ പേഷ്യൻസൊക്കെ എപ്പോഴും അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ കൺസിഡർ ചെയ്തിട്ടേ ഇങ്ങനത്തെ ഇഞ്ചെക്ഷൻസ് ഒക്കെ തുടങ്ങാവൂ.